Hello. So, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രംസ് ആണ്. ദിസ് ഇസ് അവർ സെക്കൻഡ് ചാപ്റ്റർ. സോ എന്താണ് ഗ്രാഫ്സ് അല്ലെങ്കിൽ എന്താണ് ഡയഗ്രംസ്? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡയറ്റിൽ ഏറ്റവും എളുപ്പത്തിലും നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതിനുള്ള ഒരു മെത്തേഡാണ് ഗ്രാഫ്സ് അല്ലെങ്കിൽ ഡയഗ്രംസ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസിനാണ് നമ്മളിങ്ങനെ ഗ്രാഫ്സിൻ്റെയോ അല്ലെങ്കിൽ ഡയഗ്രംസിൻ്റെയോ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതെങ്ങനെ നമ്മൾ ചെയ്യുന്നത്? ഗ്രാഫ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ടു വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് നമുക്ക് എളുപ്പത്തിൽ കാണിക്കാൻ പറ്റും. ഓക്കെ, സോ അത് ഫിഗറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് ആയിരിക്കാം, ഒരു റെപ്രസെൻറ്റിംഗ് ദ റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് ആയിരിക്കാം. സോ നമുക്ക് ഡയഗ്രംസിനും ഗ്രാഫ്സിനും ഒരുപാട് യൂസസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഒന്നുകൂടെ it is easy to do, or it is the purpose of comparison. It is used for the purpose of comparison, and it saves time. നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് നമുക്ക് ഇത് വെച്ച് ചെയ്യാം. സോ പിന്നെ ഇത് പിക്ചറിൽ റെപ്രസെൻറ്റേഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു സ്റ്റാറ്റിസ്റ്റിക് അറിയുന്നവർക്കും അറിയാത്തവർക്കും എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, സോ ഈ ഡയഗ്രംസ് നമുക്ക് സാധാരണയായിട്ട് 3 മെത്തേഡാണ് ഉള്ളത്. നമ്മൾ ഡയഗ്രംസ് എന്ന് പറയുന്നത് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈറ്റ്, വെയിറ്റ്, ലെങ്ത്, ഇതെല്ലാം ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, സോ ഡയഗ്രംസ് നമുക്ക് 3 തരത്തിലാണ് ഉള്ളത്. ഒന്നാമത്തെ ഡയമെൻഷണൽ ഡയഗ്രം, സെക്കൻഡ് വൺ കാർട്ടോഗ്രാംസ്, തേർഡ് വൺ പിക്ചോഗ്രാംസ്. ഓക്കെ, സോ ഇതിൽ ഡയമെൻഷൻ ഡയഗ്രംസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കുന്നത്. ഡയമെൻഷൻ ഡയഗ്രംസ് എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ ആൻഡ് 3 ഡയമെൻഷണൽ. ഓക്കെ, സോ ഇതിൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് 1 ഡയമെൻഷണൽ ഡയഗ്രംസ് ആണ്. ഓക്കെ, സോ ദാറ്റ് ബാർ ഡയഗ്രംസ്. അടുത്ത രണ്ടിനും നമുക്ക് അത് വരുമ്പോൾ പഠിക്കാം. സോ ദാറ്റ് ഇസ് ബാർ ഡയഗ്രംസ് ആണ്. ബാർ ഡയഗ്രംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ടൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. എന്താണ് ബാർ ഡയഗ്രംസ്? നമ്മൾ ബാർ ചാർട്ട് എന്ന് പറയില്ലേ, അതായത് നമ്മൾ ബാർ ചാർട്ടുകൾ ഉപയോഗിച്ചിട്ട് ഒരു ഡാറ്റയെ ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. അതിന് ആ ബാർ ചാർട്ടിനെ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഏറ്റവും ബേസിക് ഫോമാണ്, ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ്റെ ബേസിക് ഫോമാണ് ബാർ ഡയഗ്രം എന്ന് പറയുന്നത്. സോ ബാർ ഡയഗ്രംസ് എങ്ങനെയാണ്? ദ ഡയഗ്രം കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ബാർസ് ഓഫ് ഈക്വൽ വിഡ്ത്ത് വെച്ചിട്ടുള്ള ബാർസാണ് ഇതിന് നമ്മൾ ഈ ഡയഗ്രംസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഹൊറിസോണ്ടൽ ഫോമിലോ ഇല്ലെങ്കിൽ വെർട്ടിക്കൽ ഫോമിലോ ആയിട്ട് കാണിക്കാം. ബട്ട് നമുക്കൊരു ലുക്കിംഗ് ഗുഡ് അല്ലെങ്കിൽ ബെറ്റർ ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ വെർട്ടിക്കൽ ബാർസാണ് കൂടുതലായിട്ട് ഇവിടെ ബാർ ഡയഗ്രംസിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാർ ഡയഗ്രംസ് ഉണ്ട്. ഫസ്റ്റ് വൺ സിംഗിൾ ബാർ ഡയഗ്രം, സെക്കൻഡ് വൺ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രം, തേർഡ് വൺ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം, ദി ഫോർത്ത് വൺ പെർസെൻറ്റേജ് ബാർ ഡയഗ്രംസ്. ഓക്കെ, സോ ഇപ്പോൾ സിംപിൾ ബാർ ഡയഗ്രം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ജസ്റ്റ് നമുക്കൊരു കോമൺ എക്സാമ്പിൾ തരുന്നതാണ്. സീരീസ് നമുക്ക് കൺട്രീസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ബർത്ത് റേറ്റ് തന്നിട്ടുണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് സിംഗിൾ ബാർ ഡയഗ്രത്തിൽ ചെയ്യുക? നമ്മൾ ഗ്രാഫ് പേപ്പറിലാണെങ്കിൽ എക്സ് ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസ് ഒരു ജസ്റ്റ് ബ്ലാങ്ക് പേപ്പറിലാണെങ്കിൽ നമുക്ക് 2 ലൈൻസ് വരച്ചിട്ട് അതിൽ എക്സ് ആക്സിസ് എന്നും വൈ ആക്സിസ് എന്നും മാർക്ക് ചെയ്തിട്ട് ഇതിൽ എക്സ് ആക്സിസിൽ നമ്മൾ ഈ പിക്ചറിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൺട്രീസിനെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്: ഇന്ത്യ, ജർമ്മനി, യുണൈറ്റഡ് സ്വീഡൻ. ഓക്കെ, സോ വൈ ആക്സിസിൽ നമ്മൾ ബർത്ത് റേറ്റിന്, സോ ബർത്ത് റേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ക്ലാസ് ഇൻ്റർവെൽസ്, അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന ബർത്ത് റേറ്റിലെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 12ഉം മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 40ആണ്. ഓക്കെ, സോ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഒരു ഐഡിയയിൽ ഇതിന് ഈ വാല്യൂസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. അത് കറക്റ്റായിട്ട് വാല്യൂ അതേപോലെ എല്ലാ വൈ ആക്സിസിൽ എഴുതേണ്ട, ഒരു ഈക്വൽ വിഡ്ത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഡാറ്റകളെ വൈ ആക്സിസിൽ എഴുതണം. എന്നിട്ട് അത് വെച്ചിട്ട് വേണം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി. സോ വൈ ആക്സിസ് നമ്മൾ 10 വിഡ്ത്ത് വരുന്നത് പോലെ നമ്മൾ എപ്പോഴും സ്റ്റാർട്ടിങ് വിത്ത് 0 ആണ്. സോ 0, 10, 20, 30, മാക്സിമം 40 ആണല്ലോ നമ്മുടെ ബർത്ത് റേറ്റ് വരുന്നത്. സോ മാക്സിമം 40 വരെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിൽ നമ്മുടെ ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 33 ആണെങ്കിൽ 33 വൈ ആക്സിസിലല്ലേ നമ്മൾ 33 മാർക്ക് ചെയ്യേണ്ടത്. സോ വൈ ആക്സിസിൽ 33 എവിടെ വരും? 30യുടെ മുകളിലും അല്ലെങ്കിൽ 40 നമുക്ക് ഇടയ്ക്ക് ഒരു പോയിന്റ് വേണമെങ്കിൽ 35 നമുക്ക് വിളിക്കാം. അപ്പോൾ 35 താഴെയായിട്ട് 30 ഏകദേശം ഒരു ഐഡിയയിൽ
കാറ്റഗറി മാർക്ക് ചെയ്യുക. ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രിയുടെ ഒരു ബാർ ഡയഗ്രം വയ്ക്കുക. ഓക്കെ, സോ ഈ ബാർ ഡയഗ്രം വെച്ചിട്ട് നമുക്ക് എന്ത് എളുപ്പത്തിൽ മനസ്സിലാവും? ഏറ്റവും കൂടുതൽ ബർത്ത് റേറ്റ് ഉള്ള കൺട്രി എന്ന് പറയുന്നത് ചൈനയും ഏറ്റവും കുറവ് ബർത്ത് റേറ്റ് ഉള്ള കൺട്രി എന്ന് പറയുന്നത് സ്വീഡനും. സോ ഇതാണ് നമ്മളൊരു ബാർ ഡയഗ്രം ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുക, അതുപോലെ എങ്ങനെയാണ് അതിൽ നിന്ന് നമ്മൾ കൺക്ലൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റ് എങ്ങനെ മനസ്സിലാക്കാന്നുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വന്നെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം. സോ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൽ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറ്റ് എ ടൈം രണ്ട് കാര്യങ്ങൾ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ പറയുന്നത് ദ ഡാറ്റ ബിലോങ് ടു ദ ഇയർലി പ്രോഫിറ്റ് ഓഫ് ടു കമ്പനീസ് എ ആൻഡ് ബി. രണ്ട് കമ്പനിയുടെ പ്രോഫിറ്റുകളാണ് തന്നിരിക്കുന്നത്. സോ കമ്പനിയുടെ നമുക്ക് എങ്ങനെ തന്നിരിക്കുന്നത് ഇയേഴ്സ് തന്നിട്ടുണ്ട്, കമ്പനി എ ആൻഡ് കമ്പനി ബി. സോ ഇയർ 2003 to 2004 കമ്പനി എയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 120 ആണെങ്കിൽ കമ്പനി ബിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 90 ആണ്. സോ ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാമാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പിക്ചറിൽ നമ്മൾ ഇതേ സാധനങ്ങൾ എക്സ് ആക്സിസിൽ നമ്മൾ ഇയർ എടുത്തു, വൈ ആക്സിസിൽ നമ്മൾ വാല്യൂ എടുത്തു. വാല്യൂ ഏകദേശം അപ്രോക്സിമേറ്റ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഹൺഡ്രഡ്സിലാണ് നമ്മുടെ വാല്യൂസ് കിടക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, 50 ഗ്യാപ് ഡിഫറൻസ് വരുന്ന രീതിയിൽ നമ്മൾ പോയിന്റ്സ് മാർക്ക് ചെയ്തു വൈ ആക്സിസിൽ. സോ ദാറ്റ് ഇസ് 0, 50, 100, 150 ടു മാക്സിമം ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് 179 ആണ്. സോ നമ്മൾ 50 ആണ് ഗ്യാപ്പ് എടുത്തത് കൊണ്ട് നമ്മൾ മാക്സിമം 200 വരെ എഴുതി. ഓക്കെ, ഈ ഓരോന്നായിട്ട് മാർക്ക് ചെയ്യും. സോ ഫസ്റ്റ് കമ്പനി എയിൽ 120 മാർക്ക് ചെയ്തു, അതിൻ്റെ കൂടെ തന്നെ കമ്പനി ബിയിൽ 90. ബട്ട് നമ്മൾ അവിടെ ഷെയ്ഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ഷെയ്ഡ് ചെയ്ത് കളർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു സ്വന്തം വെർട്ടിക്കലായിട്ട് ലൈൻ വരച്ച് ഷെയ്ഡ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ സൈന് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നു. അത് നമ്മൾ അതിന് ഡിനോട്ട് ചെയ്തില്ലേ, ഡൗണിൽ കാണും കമ്പനി എന് ലൈന് വെച്ചു, കമ്പനി ബിന് ഓപ്പോസിറ്റ് ലൈന്. ഓക്കെ, സോ അങ്ങനെ വേണമെങ്കിൽ വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലായിട്ട് ലൈന് വരച്ചാണ് നമ്മൾ കമ്പനി എയും കമ്പനി ബിയും ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ അത് നമുക്ക് ഈ പിക്ചറിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ഇനി ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് വരുന്ന കമ്പനികളാണ്, ഏറ്റവും കുറവ് പ്രോഫിറ്റ് വരുന്ന കമ്പനികളാണ്. ഇനി തേർഡ് വന്ന് പറയുന്നത് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രമാണ്. സോ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ഡയഗ്രം ഈച്ച് ബാർ represents not only the rule of magnitude but also the various components of which it is composed of. So the component bar chart makes it possible to compare components and also to compare the components with the total. So you can see here ഇവിടെ നമുക്ക് കോമ്പണന്റ് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രത്തിൽ എങ്ങനെയാണ് തന്നിരിക്കുന്നത്, ഇയർ തന്നിട്ടുണ്ട്. അതിൽ തന്നെ ഇയറിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, 2004 to 2008 the number of students in University X are as follows. സോ ഓരോ ഇയറിലും ഓരോ സബ്ജക്റ്റിലും എത്ര കുട്ടികളുണ്ടെന്നുള്ള രീതിയിലാണ് നമുക്ക് ഡാറ്റ തന്നിരിക്കുന്നത്. അതിനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം, ഒരേ കാര്യത്തിൽ, അതായത് ഒരേ ബാറിൽ ഡിഫറെൻറ്റ് കാര്യങ്ങൾ. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് പിക്ചർ നോക്കി എളുപ്പത്തിൽ മനസ്സിലാവും. ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് 2004 to 2005 ആണ്. അതിൽ എത്ര കാര്യങ്ങൾ തന്നിട്ടുണ്ട്, ആർട്സ്, സയൻസ്, ലോ, അതുപോലെ ടോട്ടൽ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സോ അതിൽ എല്ലാത്തിനെയും നമുക്ക് ഒരേ ബാർ ഡയഗ്രത്തിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫസ്റ്റ് 2004-5 ആർട്സ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സൈൻ വെച്ചിട്ട്, സയൻസ് എന്ന് പറയുന്നത് വേറെ പർട്ടിക്കുലർ സൈൻ വെച്ചിട്ട്, ലോ എന്ന് പറയുന്നത് അടുത്ത പർട്ടിക്കുലർ സൈൻ വെച്ചിട്ട്. സോ ഈ മൂന്നെണ്ണത്തിൽ നമുക്ക് ഒരുമിച്ച് ഒറ്റ ബാറിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ബാറിനും സബ് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പെർസെൻറ്റേജ് ബാർ ഡയഗ്രമാണ്. സോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രത്തിൻ്റെ വേറൊരു ഫോമാണ് പെർസെൻറ്റേജ് ബാർ ഡയഗ്രം. ഓക്കെ, സോ ദ പെർസെൻറ്റേജ് ബാർ ഡയഗ്രത്തിൽ എങ്ങനെ ചെയ്തിരിക്കുന്നു, സോ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രം is drawn on percentage basis or on percentage bar diagram. Same തന്നെയാണ്, ബട്ട് we are doing in the percentage basis. Okay, so the percentage basis നമ്മൾ ഡാറ്റയെ ആദ്യം മാറ്റും. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, 100%. So if they are giving some value, we have to divide that into 100%. Okay, so if they are giving some value, that value divided by the total into 100, that is nothing but the percentage of the first. Okay, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇതിലെങ്ങനെ തന്നിരിക്കുന്നത്, ഇൻഫൻറ്റ് ആൻഡ് യങ് ചിൽഡ്രൻ എന്നുള്ളത് മൂന്ന് കൺട്രീസാണ്, എ ബി സി. ഫസ്റ്റ് കൺട്രിയിൽ 27.4 വന്നിട്ടുണ്ട്. സോ അതിനെ നമ്മൾ എങ്ങനെ പെർസെൻറ്റേജ് ആക്കും, 27.4 ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ എത്രയാണ് ഇവിടെ 200.
into 100. Okay, so അതാണ് 13.7 എന്ന് പറയുന്നത്. സോ ഇനി അത് അതുപോലെ നമ്മൾ എയും ബിയും സിയും കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി ബാർ ഡയഗ്രത്തിൽ അങ്ങനെ മാർക്ക് ചെയ്യാവുന്നതാണ്. ബാർ ഡയഗ്രത്തിൽ എക്സ് ആക്സിസിൽ എ ബി സി എന്ന് പറയുന്ന കൺട്രീസ് എടുത്തു, വൈ ആക്സിസിൽ നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് നമ്മുടെ വാല്യൂസ് എത്ര ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം ഡിഫറൻസ് വെച്ചിട്ടുള്ള നമ്മുടെ നമ്പേഴ്സ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. ഇനി അതിൽ നമുക്ക് ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഫൻറ്റ് ആൻഡ് യങ് ചിൽഡ്രൻ ഓരോ കൺട്രീസിലെയും പെർസെൻറ്റേജ്, ബോയ്സ് ആൻഡ് ഗേൾസ്, യങ് മെൻ ആൻഡ് വുമൻ, മിഡിൽ ഏജ്ഡ് മെൻ ആൻഡ് വുമൻ, എൽഡർലി പേഴ്സൺ. സോ അതെല്ലാം ഡിഫറെൻറ്റ് സൈനേജ് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം സബ് ഡിവൈഡഡ് ബാർ ചാർട്ടിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെ അത് വെച്ചിട്ട് ആ പെർസെൻറ്റേജ് ആണെന്ന് മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, സോ 100%-ൽ ഇപ്പോൾ 100% ഈ ഓരോ കാറ്റഗറിയും എത്ര ശതമാനമുണ്ട് അതാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ബാർ ഡയഗ്രത്തിൻ്റെ സൈസ് അനുസരിച്ച് എവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഫസ്റ്റ്. സോ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ഡയഗ്രംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് കാറ്റഗറിയാണ്. 1 dimensional, 2 dimensional, 3 dimensional. സോ ദ 2 dimensional ഡയഗ്രംസ് എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്നത് പൈ ചാർട്ടാണ്. പൈ ഡയഗ്രംസ് അതായിരിക്കും എളുപ്പത്തിൽ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ എനിക്ക് മനസ്സിലാക്കി. എന്താണ് പൈ ചാർട്ട്? നമ്മളൊരു സർക്കിൾ ഷേപ്പിൽ ഒരു ചാർട്ടിനെ വരച്ച് ഒരു കാര്യം വരച്ച് അതിൽ നമ്മൾ ഇത് മെയിൻലി എന്ന് വെച്ചാൽ പേഴ്സൻറ്റേജ് ആണ്. ഓക്കെ, സോ സർക്കിൾ ഷേപ്പിൽ ഒരു സർക്കിളായിട്ട് റൗണ്ട് വരച്ച് അതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ എങ്ങനെ ഷോൺ ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് എ പൈ ചാർട്ട്. ഓക്കെ, സോ ഡ്രോ എ പൈ ഡയഗ്രം ടു റെപ്രസെന്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സർട്ടൻ ബ്ലഡ് ഗ്രൂപ്പ് ഓർ എമംഗ് ചീഫേഴ്സ് ഇന്ത്യൻസ് ആൻഡ് ഹംഗേറിയൻസ്. സോ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ തന്നിരിക്കുന്നത്. സോ അതിനെ നമുക്ക് എങ്ങനെ ഒരു പൈ ചാർട്ടിൽ ചെയ്യാമെന്ന് നോക്കാം. സോ ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ 3 കാറ്റഗറി വന്നിട്ടുണ്ട്. അതിൽ ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്. എപ്പോഴും ഞാൻ പറഞ്ഞു പൈ ചാർട്ട് നമ്മൾ കാണിക്കുന്നത് ഏത് കാറ്റഗറിയിലാണ്? പെർസെൻറ്റേജിലാണ്. സോ പെർസെൻറ്റേജ് എങ്ങനെ കാണും? തന്നിരിക്കുന്ന നമ്പർ ഡിവൈഡഡ് ബൈ 1000. സോ 34.3 എന്ന് കിട്ടും. സോ 34.3 ഇൻറ്റു ആംഗിൾ ചെയ്തതിന് ശേഷമാണ്. കാരണം സർക്കിൾ എന്ന് പറയുന്നത് നമ്മൾ ആംഗിൾ ചെയ്തതിന് ശേഷം ചെയ്യണം. സോ ആംഗിൾ ചെയ്യണമെങ്കിൽ കിട്ടിയിരിക്കുന്ന പെർസെൻറ്റേജ് വാല്യൂവിനെ ഇൻറ്റു 3.60 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് 123.48. നെക്സ്റ്റ് വൺ ഈസ് 31.3 ഇൻറ്റു 3.60, ദാറ്റ് ഈസ് 112.68. ഓക്കെ, ഇനി ടോട്ടൽ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഡിഗ്രി എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കണം. അറിയാൻ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് മനസ്സിലാക്കുന്നത് 360 ഡിഗ്രിയാണ്. അത് വെച്ചിട്ട് വേണം നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു കോമ്പസ് വെച്ച് മാർക്ക് ചെയ്യാം, അതുമല്ലെങ്കിൽ ഒരു മുട്ട കണക്കിന് നമുക്ക് ഏകദേശം വരുന്ന രീതി അനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് എ പൈ ചാർട്ട്. സോ നെക്സ്റ്റ് വൺ പറയുന്നത് നമുക്ക് ഗ്രാഫ്സ് ആണ്. സോ ഗ്രാഫ്സ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഗ്രാഫ് ഉണ്ട്. സോ അത് നെക്സ്റ്റ് വീഡിയോയിൽ നിന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.